നിങ്ങളുടെ സ്വസ്ഥമായ വീട് ഒരു കോടതി മുറിയായി മാറിയെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും പരസ്പരം വിധിക്കുകയും ഇടപെടുകയും താഴ്ത്തിക്കെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരിടമായിട്ട്, അതെല്ലാം കുടുംബം എന്ന മനോഹരമായ സങ്കല്പത്തിൻ്റെ പേരിലാണെങ്കിലോ? വളരെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരി അവിടെ താമസിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് ഉപദേശം നൽകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? ഇന്ന് നമ്മൾ കേരളത്തിലെ മിക്ക കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്നതും എന്നാൽ തുറന്നു പറയാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയം എൻ്റെ ഈ ചാനലിൽ വന്ന ഒരു റിക്വസ്റ്റിൻ്റെ കൂടി റെസ്പോൺസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കേണ്ട അതിരുകളെക്കുറിച്ചാണ്. വളരെ പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് താമസം മാറിയ സഹോദരിമാരെ കുറിച്ചാണ്. അവർ മറ്റൊരു വീട്ടിൽ താമസിക്കുമ്പോഴും അവർ എങ്ങനെയോ തങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇടപെടൽ പലപ്പോഴും അവരുടെ സ്നേഹത്തിൽ പൊതിഞ്ഞതാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഒരു പരിഹാരം കാണാനായിട്ട് കഴിയുക? ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഞാനൊരു കഥ പറയുകയാണ്. മിനിയെക്കുറിച്ചാണ്. മിനി കൊച്ചിയിൽ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും അമ്മായിപ്പനും ഒക്കെ ഒത്ത് 2 കുട്ടികളോടൊപ്പം വളരെ സന്തോഷമായിട്ട് താമസിക്കുന്നു. ഭർത്താവിൻ്റെ മൂത്ത സഹോദരി ദീപചേച്ചി എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് മിനി എന്താണ് പാചകം ചെയ്യുന്നത്, എന്ത് തീരുമാനങ്ങളൊക്കെയാണ് മിനി എടുക്കുന്നത്, അല്ലെ അവൾ എന്തൊക്കെയാണ് ധരിക്കുന്നത്, എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്, കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയാണ്. ചോദിക്കുക മാത്രമല്ല, കുറെ അഭിപ്രായങ്ങളും ഉപദേശം കൂടി ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യും. ആദ്യം മിനി ഇതൊക്കെ നിശബ്ദയായിട്ട് കേട്ടിരുന്നു അല്ലെങ്കിൽ സഹിച്ചു. എന്നാൽ കാലക്രമേണ ഓരോ ചെറിയ കാര്യങ്ങളും തർക്കങ്ങളായിട്ട് മാറാനായിട്ട് തുടങ്ങി. ചേച്ചി ഇത് പറഞ്ഞു, ചേച്ചി അത് പറഞ്ഞു. മിനിക്ക് സ്വന്തം വീട്ടിൽ ഒരു പങ്കാളി എന്നതിനുപരി മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജോലിക്കാരിയെ പോലെ കാര്യങ്ങൾ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഇത് അവളുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ വഷളാക്കുകയും ചെയ്തു. ഒരുപക്ഷെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കാം ഇത്. നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: സ്നേഹം എന്ന് തോന്നിക്കുന്ന വൈകാരികമായ ചൂഷണത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. യഥാർത്ഥത്തിൽ പ്രശ്നം ഇതാണ്: പല സഹോദരിമാരും തങ്ങൾ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വൈകാരികമായി അവരുടെ കുടുംബത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന്റെ പരിഹാരം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥ സ്നേഹം എന്നുള്ളത് സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ സഹോദരൻ്റെയോ അവരുടെ കുടുംബകാര്യങ്ങളിലൊന്നും അമിതമായിട്ട് ഇടപെടാതെ അവനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെ ഒരു ഭർത്താവും പിതാവുമായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു മച്വർ ആയിട്ടുള്ള ഒരു സിസ്റ്ററായിട്ട് മാറി എന്ന് പറയാനായിട്ട് സാധിക്കുക. ഈ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കുടുംബ ബന്ധങ്ങളെ വഷളാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് പഠനങ്ങളും അനുഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി മറ്റൊരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സഹോദരന്റെ കുടുംബവും അവരുടെ വിവാഹ ജീവിതവും ഒക്കെ വളരെ വിജയകരമായിട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ജീവിക്കുന്ന ലിജിയെ കുറിച്ചാണിത്. ലിജിയുടെ അനുഭവം ഇങ്ങനെയാണ്. ലിജിയുടെ അമ്മ ഈ മകന്റെയും അവന്റെ ഭാര്യയുടെയും കുറ്റം പറയാൻ വേണ്ടി എപ്പോഴും വിളിക്കും. അവർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലിജിക്ക് ഇത് കേൾക്കാനായിട്ട് ഒരു താല്പര്യവുമില്ല. അവൾ ഇങ്ങനെ അമ്മയല്ലേ വിഷമിക്കേണ്ട എന്ന് കരുതി ഇങ്ങനെ കേട്ടിരിക്കും. ഒരു അഭിപ്രായം പറയത്തില്ല. പരാതി പറയാൻ വിളിച്ചപ്പോഴൊന്നും ഇങ്ങനെ അഭിപ്രായം പറയാതെ അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് തുടങ്ങി. അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് പകരം അവൾ അമ്മയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അമ്മേ, അവർക്ക് പ്രായപൂർത്തി വന്നവരാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കട്ടെ, അവർ മുതിർന്നവരാണ്. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അവളുടെ ഈ സഹോദരനും ഭാര്യയും തമ്മിലുള്ള ബന്ധം നല്ല ദൃഢമായിട്ട് മാറി. ഈ ലിജിയെക്കുറിച്ച് ഈ സഹോദരന്റെയും ഭാര്യയുടെയും ബഹുമാനം ഇരട്ടിച്ചു. അവിടെ വെറുപ്പിന് ഒരു അനുഭവം ഉണ്ടായില്ല. കാരണം ഇവൾക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ ഈ ലിജി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും തുടങ്ങി. ഇതാണ് ഒരു യഥാർത്ഥ സഹോദരി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക്
അവരെ കുറ്റം പറയാതെ അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥ സാഹോദര്യം രൂപപ്പെടുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ സഹോദരന്റെ കുടുംബജീവിതത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തെ തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സഹായമല്ല അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു തരം നശീകരണമാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതെന്താണെന്നറിയാമോ? വിവാഹിതരായ സഹോദരിമാര് ഇങ്ങനെ പക്ഷം ചേരുമ്പോൾ, പ്രത്യേകിച്ചും സഹോദരന്റെ ഭാര്യയ്ക്കെതിരെ പക്ഷം ചേരുമ്പോൾ, അവർ അറിയാതെ ആ വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്നുള്ളത് നിഷ്പക്ഷമായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉപദേശം നൽകണമെങ്കിൽ അത് ഇരുപക്ഷത്തെയും മാനിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അതിലും നല്ലത് ആവശ്യപ്പെടാതെ ഉപദേശം നൽകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉപദേശത്തിനും ഒരു വിലയുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക. അല്ലാതെ നിങ്ങളുടെ വാക്കുകളെയും നിങ്ങളുടെ സമയത്തെയും വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ സഹോദരന്റെ കുടുംബവുമായിട്ടുള്ള നിങ്ങളുടെ പങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ജീവിക്കുന്ന ആ കുടുംബവുമായിട്ടുള്ള നിങ്ങളുടെ പങ്ക് മാറിയിരിക്കുന്നു. അതിനെ അതിൻ്റെ മനോഹാരിതയിൽ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, വിവാഹത്തിന് മുമ്പുള്ള തങ്ങളുടെ പങ്ക് ഉപേക്ഷിക്കാനായിട്ട് പല സഹോദരിമാർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർ ജീവിച്ചു വളർന്ന, അവരുടേതായിട്ടുള്ള സാന്നിധ്യങ്ങളുള്ള, നല്ല ഓർമ്മകളുള്ള ഒരിടമാണ്. അപ്പം അതിൽ നിന്നും മാറുക, അതിനെ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവർക്ക് ഇപ്പോഴും പ്രധാനപ്പെട്ടവരായും അല്ലെങ്കിൽ ആവശ്യമുള്ളവരായും ആ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവും ഒക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിന്റെ പരിഹാരം എന്നുള്ളത് ഈ ഒരു സ്വാഭാവികതയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും തിരസ്കരണമല്ല, അത് പക്വതയാണ്. അവരുടെ ജന്മദിനങ്ങൾക്കും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കും അവർക്ക് ഒരുമിച്ച് കൂടാനായിട്ട് അവസരങ്ങൾ ഉള്ളപ്പോഴൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സഹോദരന്റെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും താമസിക്കുന്ന വീടിൻ്റെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. അവർ കുറ്റം പറയാനായിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അത് പറയാനായിട്ടുള്ള ഒരു ആർജവം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത് ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു പ്രശ്നമായതുകൊണ്ടും അപ്പം അതിൻ്റെ മൂലകാരണങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള, എന്നാൽ ആരും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അരക്ഷിതാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ചിലപ്പോൾ ഇങ്ങനെ വിവാഹിതരായ സഹോദരിമാർക്ക് തങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് ഒരു അകൽച്ച സംഭവിച്ചതായിട്ട് തോന്നാം. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ചില സഹോദരിമാര് അവർ വിവാഹം കഴിച്ച് എന്ന വീട് അവർ താമസിച്ചിരുന്ന വീടിനേക്കാളും വളരെ രസകരമായിട്ട് സന്തോഷകരമായിട്ടും അനുഭവപ്പെടുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് അവർ ഒരിക്കലും അവർ മാതാപിതാക്കളുള്ള അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെ വീട്ടിൽ ഇടപെടാത്തവരുമുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പം അതിനാൽ ഇങ്ങനെ അമിതമായിട്ട് ഇടപെട്ട് അവരുടെ ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തത ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കില്ല. നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കേണ്ട ഒരാളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ പങ്കുവെക്കുക. കുടുംബത്തിൻ്റെ അതിരുകളെക്കുറിച്ച് സത്യസന്ധമായ സംഭാഷണങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയണം. നമ്മുടെ സമാധാനവും സന്തോഷവും വിലപ്പെട്ടതാണ്. അത് നമ്മൾ ഒരുമിച്ച് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.